ഹലോ. ലിയാക്കത്തല്ലേ? അതെ. നമ്മള് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആ. നമ്മള് ഒരു 4-5 മാസം മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഉം. എന്റെ പേര്. ഉം. അപ്പൊ നമ്മളന്ന് സംസാരിച്ചു. പിന്നെ നമ്മള് കുറച്ചൊരു 40 മിനിറ്റ്സോളം നമ്മൾ സംസാരിച്ചു. ഓക്കേ. നിങ്ങൾ തിരക്കിലല്ലല്ലോ അല്ലെ? അല്ല, പറയൂ. തിരക്കിലാണ്, ഇതൊന്നുമില്ല. ഞാൻ ചെറിയൊരു പണിയിലാണ്. എന്നാലും കുഴപ്പമില്ല. 5 മിനിറ്റ്. അങ്ങനെയാണ് ഞാൻ പിന്നെ വിളിക്കാം, അല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല. കിട്ടാൻ സാധ്യതയില്ല. ഇനിയിപ്പോ വരുന്ന ആഴ്ച കുറച്ചുകൂടി തിരക്കിലേക്കാ പോകുന്നത്. ഓ, പറഞ്ഞോളൂ. ശരി. ഇല്ലില്ല. അന്ന് നമ്മൾ സംസാരിച്ചപ്പോ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മതസംബന്ധമായിട്ട് കാര്യങ്ങളാണ് കൂടുതൽ സംസാരിച്ചത്. ഉം. അങ്ങനെ ഞാൻ താങ്കളൊന്ന് സാറിന് വിളിച്ചത്. അത് കമന്റിൽ ഒരുപാട് പേര് വന്നെ കുറ്റപ്പെടുത്തി. വേറൊന്ന് വിളിക്കാൻ പാടില്ല. വിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. ഇല്ല, അങ്ങനെയല്ല. എന്റെ ഒരു പ്രൊഫഷണൽ റെസ്പെക്ട് വെച്ചാണ് ഞാൻ വിളിച്ചത്. മനസ്സിലായി. നമ്മളൊക്കെ ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെയൊക്കെ വിളിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മളിവിടെ ഒഴിവാക്കാവുന്നതാണ്. നമ്മളിവിടെ കൂടുതലും പരിചയമില്ലാതെ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറാണത്. മനസ്സിലായി. സാറിന് വിളിച്ചിട്ടാണ് നമ്മൾ സംബോധന ചെയ്യാറ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പൊ കമന്റിൽ പലരും വന്നിട്ട് ഞാൻ അതിന് പിന്മാറുകയാണ്. ലിയാക്കത്ത് തന്നെയാണ് എനിക്കിഷ്ടം. ഇപ്പോഴത്തെ സന്തോഷം. ഞാൻ അതിനിടയ്ക്ക് പിന്നെ കുറച്ച് സമയം കിട്ടുമ്പോഴൊക്കെ താങ്കളുടെ ഈ വീഡിയോസ് കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പലരും വിളിച്ച് പലതും സംസാരിക്കും. അപ്പൊ ഈയിടെയായിട്ട് കുറച്ച് കാലമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിരുന്നതും ഞാൻ പണ്ട് മുതൽ സംശയിച്ചിരുന്ന ഒരു ടോപ്പിക്കാണ് ഈ അടിമത്തവുമായി ബന്ധപ്പെട്ടത്. ഇത് പണ്ട് മുതൽ ഇപ്പോഴൊന്നുമല്ല, ഒരു 10-15 കൊല്ലം മുമ്പ് എന്റെ മനസ്സിൽ ഉയർന്നൊരു ചോദ്യമാണ്. അപ്പൊ ഞാനിതിനെ ഒന്ന് വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ നോക്കിയിട്ട് സമയക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ ഡാറ്റ കിട്ടാത്തതിന്റെ കുറവുകൊണ്ടായിരിക്കാം പറ്റിയിട്ടില്ല. ഈ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഈ അടിമത്തത്തിനെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള വേഴ്സസ് ഉണ്ടെന്ന് പറയണ്ടല്ലോ. അപ്പൊ താങ്കൾ അതിനെ പറയുന്നത് അത് മാനവികതയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് എതിരായിട്ടുള്ള ഒരു അപ്രോച്ച് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഫണ്ടമെന്റലി ശരിയാണ് താങ്കൾ പറയുന്നത്. അടിമത്തം എന്നുള്ളതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് മാനവികതയ്ക്ക് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരുടെ തുല്യതയിലും വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഖുർആൻ എങ്ങനെയെങ്കിലും അത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടോ? അടിമത്തം അനുവദനീയമാണെന്നോ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതായത് നമ്മൾ കേവലമായിട്ടുള്ള അടിമത്തം അനുവദനീയമാണെന്ന് പറയാന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അടിമത്തത്തെ ഇപ്പോ മനുഷ്യര് തമ്മിലുള്ള വേർതിരിവിന്റെ ഉദാഹരണമായിട്ട് അടിമത്തത്തെ ഉയർത്തി കാണിക്കുന്നുണ്ട് ദൈവം. അതായത് ഒരാളുടെ ഉടമസ്ഥയിലുള്ള ഒരു അടിമയും സ്വതന്ത്രനായിട്ടുള്ള ഒരു മനുഷ്യനും തുല്യരാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചോദിക്കുന്നുണ്ടോ ഖുർആൻ? ചോദിക്കുന്നുണ്ട് ഖുർആനിൽ. ദൈവത്തിന്റെ മഹത്വം ഉയർത്തി കാണിക്കാൻ വേണ്ടി മനുഷ്യർക്കിടയിലെ ഈ വിവേചനത്തിന്റെ അടിമ വ്യവസ്ഥിതിയെ ഉദാഹരിക്കുന്നുണ്ട് എന്ന്. അടിമയും ഉടമയും തുല്യരാകുമോ എന്ന് ചോദിക്കുന്നത് മനുഷ്യര് അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളെ ആരാധിക്കുമ്പോ അവരും ദൈവവും ഒരുപോലെ ആകുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ദൈവം ചോദിക്കുന്ന ഉദാഹരണമാണ്. മനസ്സിലായി. അത് ഖുർആനിൽ അങ്ങനെ ആയിട്ടുണ്ട്. ഒന്നിലധികം സ്ഥലത്തുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഇന്ന് പരിഗണിക്കപ്പെടുന്ന മനുഷ്യന്റെ വൈകല്യങ്ങൾ, ഇപ്പൊ ബുദ്ധിപരമായിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ട് കപ്പാസിറ്റിയുടെ കുറവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഇപ്പം മനുഷ്യന്റെ പരിമിതികൾ ഉണ്ടല്ലോ, ജനിതകമായിട്ടോ അല്ലാതെയോ സംഭവിക്കുന്ന പരിമിതികൾ, ആ പരിമിതികളെ ദൈവം ഒരു കുറവായിട്ടാണ് കാണുന്നത്. സൃഷ്ടാവിന് അങ്ങനെ പറയാൻ കഴിയില്ല. അതായത് എല്ലാത്തിനും അങ്ങനെ ശരിക്കും ഉണ്ട്. ഞാൻ ആ അടിമത്ത വിഷയത്തിൽ സംവാദം നടത്തുമ്പോൾ അതിനടുത്ത് ആ ഖുർആൻ വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ മതവുമായി ബന്ധപ്പെട്ട അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അവരുടെ എക്സ്പ്ലനേഷൻ എന്താണ്? അവർക്ക് എന്താ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. അതിനെന്ത് തഫ്സീർ? ഇപ്പൊ നമ്മൾ മനുഷ്യരെ മതത്തിന്റെ പേര് പറഞ്ഞ മീൻസ് ഈ അടിമത്തം, മനുഷ്യന്റെ ഉച്ചനീചത്വങ്ങളെ ദൈവവും സൃഷ്ടിയും തമ്മിലുള്ള അവര് പറയുന്നത് ഉപമയാണെന്നാണ്. ഉപമ മീൻസ് ദൈവവും സൃഷ്ടിയും ഒരുപോലെ ആവില്ല എന്നുള്ളതിന്റെ ഉപമയ്ക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യർക്കിടയിലുള്ള ഒരു നീചമായ വ്യവസ്ഥിതിയെ അള്ളാഹു ഉദാഹരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അതൊരു തെറ്റായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. എന്റെ പ്രശ്നം ഇത് ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടില്ല എന്നുള്ളത് പോലും അല്ല. ഇതൊരു തെറ്റാണ് എന്ന ഒരു സന്ദേശം, ഇത് നമുക്ക് ഹിതമല്ല എന്നുള്ളൊരു സന്ദേശം അതിനകത്തില്ല. അടിമകളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ? അടിമകളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫക്കുറക്കബ ഒക്കെയാണ് ഇവർ എടുത്തു പറയാ. ഫക്കുറക്കബയൊക്കെ മദീനയിലെ മക്കയിലെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് കൂടുതലായിട്ട് കടന്നു വന്ന ആളുകൾ അടിമകളാണ്, ആകൃഷ്ടരായി വന്നവർ. അപ്പൊ അത്തരം ആളുകളെ
മറ്റൊരാളുടെ കീഴിലുള്ള അടിമയാണെങ്കിൽ അവരെ വില കൊടുത്ത് വാങ്ങണം. അപ്പോഴേ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. അപ്പോഴേ അവർക്ക് ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വരാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് അവതരിച്ച ഒരു ഖുർആൻ വചനമാണ് പൊക്കി പിടിച്ച് നടക്കുന്നത്. അതേ സമയത്ത് മുഹമ്മദ് നബിയുടെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അടിമയെ മോചിപ്പിച്ചപ്പോ മുഹമ്മദ് നബി വൈകുന്നേരം വന്ന് ചോദിക്കുന്നത്, വൈഫ് പറയാണ് ഞാൻ മോചിപ്പിച്ചു, അവരെ ഞാൻ സ്വതന്ത്രയാക്കി. പിന്നെ അപ്പൊ അത് നന്നായി എന്ന് പറയുന്നുണ്ട്, അത് കൊള്ളാം. പക്ഷെ നീ നിനക്ക് അമ്മാവന് കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പുണ്യം കിട്ടുമായിരുന്നു എന്നാണ്. അപ്പൊ ഇത് ഇവിടുത്തെ ഈ അടിമത്തത്തിന്റെ ഒറിജിൻ എങ്ങനെയാ? അതായത് എങ്ങനെയാണ് ഒരു അടിമയെ മാറുന്നത്? പ്രിസണർ ഓഫ് വാർ ആണോ? പ്രിസണർ ഓഫ് വാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെ വെറും നുണയാണ്, വെറും തള്ളാണ്. അവിടെ എല്ലാ അടിമത്തവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥകളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ചന്തയിൽ കൊണ്ടുപോയി വാങ്ങുക, വിൽക്കുക, യുദ്ധത്തിൽ പോയി പിടിക്കുക, അങ്ങനെ തന്നെയാണ് പണ്ട് കാലത്തും അടിമകൾ ഉണ്ടായിരുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, നമ്മുടെ മറ്റുള്ള അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ടായിരുന്ന അടിമത്ത വ്യവസ്ഥ ഉണ്ടല്ലോ. അതായത് നമ്മള് അന്യനാടുകളിൽ പോയി കൊള്ളയടിച്ച് അവിടുത്തെ ജനങ്ങളെ അടിമകൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, അതിന്റെ ഒറിജിൻ എങ്ങനെയാ? എന്ന് പറയുന്നത് ഇവര് പറയുന്നത് കിടന്നുറങ്ങുന്ന ഗോത്രങ്ങളെയൊക്കെ പോയി ആക്രമിച്ച് അവിടുത്തെ അവരെ ചെറുത്തു നിൽക്കുന്നവരെയൊക്കെ കൊലപ്പെടുത്തി കീഴ്പ്പെടുന്നവരെയും അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ചോണ്ടുവരിക. ഇതിനെയാണ് പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറയുന്നത്. ഇതല്ല, പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറയുന്നത് വേറെ സംഭവമാണ്. യുദ്ധത്തിന് വരുന്ന ആളുകളെ എതിർ സേന തടവിലാക്കുന്നതിനാണ് യുദ്ധത്തിലെ തടവുകാർ എന്ന് പറയുന്നത്. അതെ, അപ്പൊ ഇവര് ഈ തടവുകാരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് പിന്നെ അവരെ വിൽക്കുകയോ അല്ലെങ്കിൽ എന്തുവേണേലും ചെയ്യാം. പിന്നെ അടിമ സ്ത്രീകളാണ്, പിന്നെ അവര് വീതം വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 5-1 ഫിസിക്കലായിട്ട് യൂസ് ചെയ്യാം. അതൊരു വല്ലാത്തൊരു ചോദ്യചിഹ്നമാണത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതില് നമ്മളെ ഒരു കാലഘട്ടത്തിൽ നടന്നൊരു ചരിത്രം എന്ന രീതിയിൽ ഇതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആ കാലഘട്ടത്തിന്റെ പരിമിതി, മനുഷ്യന്റെ അറിവില്ലായ്മ. ഓക്കെ, ഇനിയിപ്പോ ഒരു നവോത്ഥാന നായകനാണെങ്കിലും അറിവിന്റെ പരിമിതി എന്നൊരു സാധനം ഉണ്ടാവുമല്ലോ. ഇവിടെ പ്രശ്നം വരുന്നത് ദൈവത്തിൽ നിന്നുള്ള അറിവ് എല്ലാ കാലത്തേക്കും മാറ്റമില്ലാതെ തുടരേണ്ടതായിട്ടുള്ള അറിവ്. അതുകൊണ്ടാണല്ലോ എല്ലാ കാലത്തേക്കും മാറ്റമില്ലാതെ തുടരേണ്ട അറിവായതുകൊണ്ടാണല്ലോ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഇസ്ലാം കൊടുത്തു എന്ന് പറയുന്ന അവകാശങ്ങൾ അതിനപ്പുറത്തേക്ക് പരിഷ്കരിക്കാൻ അവർ സമ്മതിക്കാത്തത്. പകുതി സ്വത്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നത് അള്ളാഹ് അത് പറഞ്ഞിട്ടുള്ളൂ, മാറ്റാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ. അള്ളാഹു അതൊരു ഒരു നാഴികക്കല്ല് പോലെ പറഞ്ഞു വെച്ചതാണ്, തുടങ്ങി വെച്ചതാണ്. ഘട്ടം ഘട്ടമായിട്ട് സ്ത്രീകൾക്ക് അവകാശം കൊടുത്തു തുടങ്ങാനാണെങ്കിൽ ആദ്യഘട്ടം പകുതിയും പിന്നെ മുക്കാലും പിന്നെ തുല്യമാക്കാലോ. ഇത് ഞാൻ ഇതിനെ കുറിച്ച് മറ്റേ ഈ മുസ്തഫ മൗലവിയുടെ ഒരു പ്രഭാഷണം കേട്ടിരുന്നു. നിങ്ങളായിട്ട് അറിയുന്ന ആളാണല്ലോ. അപ്പൊ പുള്ളിയുടെ പ്രഭാഷണത്തില് പുള്ളി അതിനെ ഡിഫൈൻ ചെയ്തേക്കണ വേറെ രീതിയിലാണ്. പുള്ളി പറഞ്ഞത് മൊത്തം സ്വത്തിൽ പകുതി പുള്ളി പറഞ്ഞത് ഒരു അവകാശി ഉണ്ട്. അതായത് ഒരു പെൺകുട്ടിയാണ് അവകാശി എങ്കിൽ ഇപ്പൊ ഇവര് വീതം വെക്കണ രീതി വെച്ചാൽ കുട്ടിക്കൊന്നും കിട്ടില്ല. അതായത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് പോണത്. എനിക്ക് അതിന്റെ എക്സാക്ട് മീനിങ്സ് അറിയില്ല. ഒരു പെൺകുട്ടിയാണെങ്കിൽ പാതി സ്വത്ത് കിട്ടുള്ളൂ. പാതി സ്വത്ത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പാതി സ്വത്ത് അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് വീതം വെക്കുമ്പോഴും അവർക്ക് വീതം ചെല്ലണം. അതായത് മിനിമം 50 കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എനിക്ക് പറഞ്ഞിട്ടും കാര്യമില്ലേ. അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയാണെന്ന് വിചാരിച്ചോ, പിന്നെ വേറെ ചോദ്യം പറച്ചിലൊന്നും ഇല്ല. അവിടെ ഡയറക്റ്റ് പോവാണത്. അത് സ്വത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിട്ടാണ് പറയണത്. അതായത് കുട്ടിയുടെ സംരക്ഷണം എന്നുള്ളത്. എനിവേ, നമ്മുടെ ഒരു മോഡേൺ സൊസൈറ്റിയിൽ ഇപ്പൊ അതിന് വലിയ സാങ്കത്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു മോഡേൺ സൊസൈറ്റിയിൽ നമ്മുടെ നിയമപ്രകാരം ഇപ്പൊ പെൺകുട്ടിയാണെങ്കിലും അവകാശം അവള് തന്നെയായിരിക്കണമല്ലോ. പിന്നെ സംരക്ഷിക്കും എന്നുള്ളതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ഇല്ലല്ല, സംരക്ഷിക്കേ. ഇത് ഞാൻ പറയണത് ഇത് മാത്രല്ല, വേറെ അതിനകത്ത് ഏറ്റവും അനീതിയുള്ള ഒരു വിവേചനം എന്താ വെച്ചാൽ, ഇപ്പൊ ഒരാളുടെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് തറവാട്ട് സ്വത്താണ്, ഉപ്പാന്റെ കയ്യിലാണ് സമ്പത്ത് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഉപ്പാക്ക് ഒരു 3 ആൺമക്കളുണ്ട് എന്ന് വിചാരിക്കുക. അതിലെ മൂത്ത ആൺകുട്ടിക്ക് 1-2 ആൺകുട്ടികളോ പെൺകുട്ടികളോ എന്ത് കുട്ടികളായാലും കുഴപ്പമൊന്നുമില്ല, കുട്ടികളുണ്ട്. അതിന്റെ താഴേക്കുള്ള മക്കളൊക്കെ കല്യാണം കഴിച്ച അവർക്ക് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ വല്യപ്പാന്റെ കയ്യിലാണ് തറവാട്ട് സമ്പത്തുകൾ മൊത്തം. തറവാടുമായി ബന്ധപ്പെട്ട തൊഴിലും, പണ്ടത്തെ കാലമൊക്കെ ആണെങ്കിൽ കൃഷിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തറവാടിന്റെ മൊത്തം സമ്പത്താണല്ലോ. ഇൻഡിവിജ്വൽ അസറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോ ഈ വല്യപ്പ ജീവനോടെ ഇരിക്കുക, ഈ മൂത്ത മകൻ മരിച്ചാല് ഈ മകന്റെ ഭാര്യക്കും കുട്ടികൾക്കും പിന്നീട് ഈ വാപ്പ മരിക്കുമ്പോ ആ സ്വത്തിൽ ഒരവകാശമില്ല.
അതായത് ഈ മകൻ മരിച്ചു, മകന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ പിന്നെ മകന്റെ മറ്റു പേരക്കുട്ടികൾക്കും. പാപ്പാന്റെ 2 മക്കള് ജീവിച്ചിരിപ്പുണ്ട്, ആൺകുട്ടികള്. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ വാപ്പ മരിക്കുമ്പോ ഈ സമ്പത്ത് വീതം വെക്കുന്ന സമയത്ത് വാപ്പ ആ, മരിക്കുന്ന സമയത്ത് ജീവനോടെ ഇരിക്കുന്ന ആൺകുട്ടികൾക്ക് മാത്രമേ സ്വത്ത്, ആൺകുട്ടികളുടെ മക്കൾക്ക് മാത്രമേ സ്വത്തുള്ളൂ. മരിച്ചുപോയവർക്കില്ല, മരിച്ചുപോയ മകന്റെ മക്കൾക്കില്ല എന്നർത്ഥം. ഇല്ല ഇല്ല, അത് മക്കൾക്കും അത് ഭാര്യയ്ക്കും. അങ്ങനെയാണ് ഖുറാനിൽ പറയുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ വിധി. നമ്മുടെ നാട്ടില് അങ്ങനെയാണ് നടക്കുന്നത്. ഞാനിതിപ്പോ റിവേഴ്സിലാണ് പഠിക്കാൻ നോക്കുന്നത്. ഉം. കാരണം അല്ല ശരിക്കും ഇതില് നീതി എന്താ? നീതി ഏറ്റവും ആദ്യം അവർക്കും അവർക്ക് തുല്യമായി ആദ്യം കൊടുക്കണം. അന്നുള്ള സമ്പത്ത് കണക്കാക്കി അവരെ കുട്ടികൾക്കുള്ള സമ്പത്ത് സുരക്ഷിതമാക്കി വെക്കല് തന്തപ്പിടിയുടെ ബാധ്യതയല്ലേ? അത് നാച്ചുറൽ ജസ്റ്റിസ് ആണ്, അത് അങ്ങനെയാണ് വേണ്ടത്. അത് അല്ല, അതിന് ഞാനിപ്പോ പകരം ഇതില് എന്താണ് ചെയ്യാൻ? എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ അങ്ങനത്തെ ഒരു ഫാമിലിനെ കണ്ടിട്ടുണ്ട് എന്റെ ചെറുപ്പത്തില്. അതായത് വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്, മകൻ മരിച്ചു, മകന്റെ മക്കള് അയാളുടെ താഴെയുള്ള മക്കള് വരെയൊക്കെ ഉണ്ട്, വലിയ സമ്പത്തുള്ള ഫാമിലിയാണ്. ഈ മൂത്ത മോന്റെ മക്കളും ഭാര്യയും മക്കളും ആ വീട്ടിൽ അടിമകളെ പോലെ ജീവിക്കാണ്. ബാക്കിയുള്ള എളാപ്പമാരുടെ വീട്ടുപണികൾ എടുത്തിട്ടും അവരുടെ കുട്ടികളെ നോക്കിയിട്ടും അവിടുത്തെ പുല്ല് വെട്ടിയിട്ടും അങ്ങനെ. എന്തിനാന്ന് വെച്ചാൽ ഇവര് പ്രീതിപ്പെട്ട് എന്തെങ്കിലും കൊടുത്താലേ ഇവർക്ക് കിട്ടുള്ളൂ. കിട്ടുള്ളൂ. വല്ലാത്തൊരവസ്ഥയാണ് അത്. അപ്പൊ അത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മള് അതിൽ നമ്മൾ ഗവേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഖണ്ഡിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അതില് ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഖുറാനിലെ വേഴ്സസ് ബേസ് ചെയ്തിട്ടാണ് ഇവർ ശരീഅത്ത് ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ ആ വേഴ്സസ് വാലിഡ് ആയിട്ട് തന്നെയല്ല നമുക്ക് കണക്കാക്കാനും പറ്റുള്ളൂ. മറിച്ചൊരു വാദം അവിടുന്ന് വരുന്നത് വരെ. അപ്പൊ ഞാനിതിപ്പോ വ്യാഖ്യാനിച്ച് നന്നാക്കി എടുക്കണം. അല്ല, അവര് നന്നാക്കി എന്തായാലും വ്യാഖ്യാനിക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു വ്യാഖ്യാനം നടത്തിയാൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറയണത്. ഈ അവരൊരിക്കലും ആ മാറ്റത്തിന് ആരും തയ്യാറല്ല. നമ്മുടെ ഡേ ടു ഡേ ഇന്ററാക്ഷനിൽ ഞാൻ പലരോട്ടും പറയാറുണ്ട്, ഇവര് വിചാരം ഇത് മാറ്റാൻ പാടില്ല, മാറുന്നത് എന്തോ പ്രശ്നമാണെന്നാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ. അല്ലല്ല, മാറ്റം ഇനിയിപ്പോ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ തന്നെ പ്രപഞ്ചം മുഴുവൻ മാറ്റം തന്നെയാണ്. മാറ്റമില്ലാതെ മാറ്റം മാത്രമേ ഉള്ളൂ നമ്മൾ പറയാറില്ലേ? നമ്മൾ മാറി. ഞാൻ പണ്ട് വിശ്വാസിയായിരിക്കുന്ന സമയത്ത്, അതായത് നമ്മളൊരു ഘട്ടം കഴിയുമ്പോ ഈ തിരിച്ചറിവുകളിലൊക്കെ തുടക്കത്തിൽ ഞാന് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം ചോദിച്ചു. അതിന് എനിക്ക് കിട്ടിയ തെറി എത്രയെന്നറിയോ? അപ്പൊ ഞാൻ ചോദിച്ചതെന്താന്ന് വെച്ചാല് നമ്മള് കുറച്ചങ്ങോട്ട് ആലോചിക്കുമ്പോ ഇപ്പൊ മുസ്തഫ മൗലവിയൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അല്ലാതെ ഏത് മതമായാലും മനുഷ്യന് ധർമ്മം ഉണ്ടാവാൻ മതി, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഞാനിതിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹിനെ നമ്മൾ വേറെ രീതിയിൽ അർത്ഥം വെച്ചാല് ദൈവമല്ലാതെ ആരാധിക്കപ്പെടേണ്ടവനല്ല അല്ലെങ്കിൽ ആരാധ്യനില്ല എന്ന് പറയുമ്പോ അവിടെ നമ്മൾ അള്ളാഹു എന്നുള്ളതിന് ദൈവം എന്ന് അർത്ഥം വെച്ചാല് അതൊരു ഇൻക്ലൂസീവ് ആയിട്ട് ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം വേണമെങ്കിൽ. ഞാനും ആ റൂട്ടിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. മനസ്സിലായി. അപ്പൊ അത് ചോദിച്ചിന് എന്തോരം തെറി കിട്ടി എനിക്ക്. ഞാനന്ന് പറഞ്ഞത് അള്ളാഹു ഈ അറബി വാക്ക് കൂട്ടാതെ എനിക്ക് അർത്ഥം പറഞ്ഞാ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നാണ് നമുക്ക് പറഞ്ഞത്. ഞാൻ കൂടുതലും മനസ്സിലാക്കിയത്, ഞാൻ ഇങ്ങനെയുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോ എന്റെ ഫീൽഡിലും എന്റെ കളീഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. ഇതൊരു തരം പ്രോഗ്രാമിംഗ് ആണിത്. അത് പ്രോഗ്രാം ചെയ്തിട്ട് മറ്റേ ഫ്രീ തിങ്കിങ്ങിനുള്ള മൈൻഡ് ഇല്ല അവർക്ക്. ആ ഫ്രീ തിങ്കിങ് അപ്പൊ നമ്മളെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളെ ഇബിലീസ് എന്ന് പറയുന്ന ഒരു ഭയം കൊണ്ട് തടയുക എന്നതാണ് ഒന്നാമത്തെ എഞ്ചിനീയറിംഗ്. ഫസ്റ്റ് പരിപാടി അതാണ് ഇവരുടെ നരകം ഇബിലീസ്. അപ്പൊ ഇതിലാണ് എല്ലാവരും പെട്ടുപോകുന്നത്. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ തന്നെ ഇതിപ്പോ ദൈവത്തിങ്കൽ നിന്നുള്ളതാണോ എന്നതിന് വരെ ചോദ്യം ഉയരാം അല്ലേ? അപ്പൊ മനുഷ്യ സൃഷ്ടിയാണോ നമുക്കറിയില്ല. 1500 കൊല്ലം മുമ്പല്ലേ? അല്ലെങ്കിൽ അതും ഇത് റെക്കോർഡിക്കലായിട്ട് സ്റ്റോർ ചെയ്തായിട്ടൊന്നും എവിഡൻസ് ഇല്ല, എഴുതിപ്പിച്ചതായിട്ടുണ്ട്. ഇനി അത് മാത്രല്ല, ഇപ്പൊ ഇവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു കാര്യം, ഇത് ഖുർആാനും മുഹമ്മദ് നബി, ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ഇപ്പൊ നമ്മൾ ഈ മുസാഫ് എന്നൊക്കെ പറഞ്ഞ പോലെ ക്രോഡീകരിക്കപ്പെട്ട ഒരു ഖുർആൻ കൺസെപ്റ്റിനെ പറ്റി മുഹമ്മദ് നബി ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസിൽ തെളിവുണ്ട്. അതെ, അദ്ദേഹം മരിക്കുമ്പോഴും ഇത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലെന്നോ ക്രോഡീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു എന്നും അത് മുഹമ്മദ് നബിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഖുർആൻ ഉണ്ടായിട്ടുള്ളത് എന്നും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഹദീസിൽ. കാരണം ചരിത്രം പരിശോധിക്കുമ്പോ അത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോ ക്രോഡീകരിക്കപ്പെടുകയോ അദ്ദേഹം ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇന്റഗ്രിറ്റി തന്നെ അവിടെ ക്വസ്റ്റ്യൻ വന്നു. ഞാൻ പറയുന്നത് കുറച്ചുകൂടി കടന്നാൽ
നമ്മൾ ഈ പറയപ്പെടുന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഹദീസില് റിദ്ദ വാർ എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കുന്നുണ്ട്. മുഹമ്മദ് നബി മരിക്കുന്നതോടുകൂടി ഒരുപാട് ആളുകൾ ഇസ്ലാമിക വിശ്വാസം ഉപേക്ഷിച്ച് പുറത്തു കിടക്കുന്നുണ്ട്. അങ്ങനെ പുറത്തു കിടക്കുന്ന ആളുകളെ നേരിടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇസ്ലാമിന്റെ ഖലീഫയായി അവരോധിക്കപ്പെട്ട അബൂബക്കറിന് ആദ്യം ചെയ്യേണ്ടി വന്ന ദൗത്യം എന്ന് പറയുന്നത് മുർത്തദ്ദുകളെ വകവരുത്തുക എന്നുള്ളതായിരുന്നു. ആ മുർത്തദ്ദുകൾക്കെതിരെയുള്ള ആ റിദ്ദാവാർ, ആ റിദ്ദാവാറിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഉമറിന് ഒരു ബേജാറായി, ഇങ്ങനെ ഇപ്പൊ ഹാഫിളുകളൊക്കെ മരിച്ചു പോയാൽ ഖുർആന്റെ കഥ ഉണ്ടാവുന്നത്. അപ്പൊ അള്ളാഹ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് സംരക്ഷിക്കുക, ഞാനാണ് ഇറക്കി തന്നത്. പക്ഷെ ഉമറിന് അതാണ് തൃപ്തി തികയുന്നില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നായി. അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കണ്ടേ. അള്ളാഹു പറഞ്ഞ ആ വാദത്തിൽ അത്രയും ആത്മാർത്ഥമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഉമറിന്റേതായിട്ടുള്ള വഴി തേടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ അബൂബക്കറിന്റെ അടുത്ത് വന്നിട്ട് ഉമർ പറയാണ്, ഇത് നമ്മൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്കിതൊക്കെ ക്രോഡീകരിക്കണം. ആ എടുത്ത വഴിക്ക് അബൂബക്കർ പറയുന്നതാണ് അള്ളാന്റെ റസൂല് പറയാത്തൊരു കാര്യത്തിന് എന്നെ കിട്ടൂല എന്ന്. ഫൗണ്ടർ തന്നെ അത് ക്രോഡീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പ്രശ്നം വന്നല്ലോ. ഉണ്ട്, അത് പ്രശ്നം ഉണ്ടോന്ന്. പിന്നെ പ്രവാചകന്റെ വാചകമാണ്. ഇപ്പൊ ഹദീസിന് ഇവര് പറയുന്ന എല്ലാ ന്യൂനതയും അപ്പൊ ഖുർആന് വരും. അതെ, വരും, ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം എന്താ വെച്ചാൽ ക്രോഡീകരിക്കപ്പെടേണ്ടത് ഇപ്പൊ ഇവര് പറയുന്നത് അള്ളാഹു പറഞ്ഞു, നബി ഏതൊക്കെ പറഞ്ഞു എന്നാണ്. എന്നതിന് ശേഷം ഈ എഴുതി വെക്കാൻ ഏൽപ്പിക്കപ്പെട്ട സഹാബിമാരിൽ നിന്ന് പ്രധാനിയായിട്ടുള്ള ഒരാളെ ഈ അബൂബക്കറിനെ ഉമർ നിർബന്ധിച്ച് കൺവിൻസ് ചെയ്ത് അവസാനം വിളിച്ചു വരുത്തുകയാണ്. വിളിച്ചു വരുത്തിയിട്ട് ഇയാളോട് ഈ കാര്യം ആവശ്യപ്പെടുമ്പോ അയാളും പറയുന്ന ഇതേ കാര്യം, അള്ളാന്റെ റസൂല് പറയാത്തൊരു കാര്യം, അത് ഞാൻ ചെയ്യൂല എന്നാണ്. അപ്പോ പിന്നെ ഇവർ രണ്ടുപേരൂടി കൺവിൻസ് ചെയ്ത് നിർബന്ധിച്ചിട്ടാണ് ഈ ക്രോഡീകരണം നടക്കുന്നത്. അപ്പൊ നോക്കൂ, എഴുതി വെക്കപ്പെട്ട ലഭ്യമായ എല്ലാ സംഭവങ്ങളും കളക്ട് ചെയ്തിട്ട് ഇത് ക്രോഡീകരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്കാണ് വഹി ഇപ്പൊ മുഹമ്മദ് നബിക്ക് ആണ് ഇത് ഒറിജിനൽ ആണോ അല്ലേ, ഇത് ആവർത്തനമാണോ അല്ലേ, ഇത് ഉള്ളതാണോ ഇല്ലേ എന്ന് അറിയാൻ ആർക്കാണ്? മുഹമ്മദ് നബിക്കാണ്. അപ്പം ആ കയ്യെഴുത്ത് പ്രതി പരിശോധിച്ച് വെരിഫൈ ചെയ്യേണ്ട ആളാരാണ്? മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി പ്രൂഫ് റീഡ് ചെയ്യാത്തൊരു കാര്യം ആണ് ഖുർആൻ എന്നതുകൊണ്ട് ഹദീസിലുള്ള എല്ലാ ന്യൂനതയും ഖുർആനിലുണ്ട്. ഹദീസിലുള്ളതിനേക്കാൾ ന്യൂനത ഖുർആനിൽ വരും. കാരണം ഈ വിഷയം മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് ഇവര് പറയപ്പെടുന്നത് ഓരോ അധ്യായങ്ങൾ ഇറങ്ങുമ്പോഴും ഓരോ വചനങ്ങൾ ഇറങ്ങുമ്പോഴും അത് ഇത്രാമത്തെ അധ്യായത്തിൽ ഇത്രാമത്തെ വചനമായി എഴുതി വെക്കണം എന്ന് മുഹമ്മദ് നബി കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ മുഹമ്മദ് നബി കൽപ്പിക്കാറുണ്ടായിരുന്നെങ്കിൽ അതെന്താണ്? അത് ഹദീസാണ്. ആ ഹദീസ് ക്രോഡീകരിക്കപ്പെട്ട നിലയിൽ കിട്ടണം. ആ ഹദീസിൽ എന്ത് വേണം? ഇന്ന ഖുർആൻ വചനം അവതരിപ്പിച്ചപ്പോൾ ഇന്നിടത്ത് എഴുതി വെക്കാൻ വേണ്ടി മുഹമ്മദ് നബി കൽപ്പിച്ചു. അതിന്റെ ഹദീസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടണ്ടേ? അതെ, പക്ഷെ അങ്ങനെ ഒരാൾക്ക് പറഞ്ഞു പോകാൻ പറ്റും ഇത്രയും വലിയൊരു. ഞാൻ പറഞ്ഞത് അവര് പറയുന്നത് പ്രാക്ടിക്കാലിറ്റി ഒക്കെയാണ് വിട് നിങ്ങള്. അവര് പറയുന്ന ഭാവന അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുക. ഒന്നാമത് അവിടുന്ന് ഇവിടുന്നും ഇപ്പോ ക്രമത്തിലൊന്നല്ല. അതായത് ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ 2 വചനം, 2-ാം അധ്യായത്തിലെ 2 വചനം, അങ്ങനെയൊന്നല്ലല്ലോ അവതരിക്കുന്നത്. അവിടുന്ന് ഇവിടുന്ന് ഇറങ്ങുന്ന വചനം ഇപ്പൊ ഒരു 30-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വചനമായിട്ട് എഴുതി വെക്കുന്നു. ആദ്യം ഒരു കാര്യം പറയുന്നു, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇടക്ക് വരുന്ന വചനം പറയുന്നത് ഇത് 36-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ 12-ാമത്തെ എഴുതി വെക്ക്. അപ്പൊ ഇതൊന്നും മനുഷ്യസാധ്യമല്ല. അല്ല, അതിൽ പല സംഭവങ്ങളും റിയാക്ഷണറി ആണ്. ഒരു സംഭവം നടക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ആയത്ത് വരുന്നത്. അതെ, മാത്രമല്ല ഇത് ഇന്നടത്ത് എഴുതി വെക്കണം എന്ന് മുഹമ്മദ് നബി കൽപ്പിക്കാൻ മുഹമ്മദ് നബി ആരാണ്? അള്ളാഹ് പറയണ്ടേ? അള്ളാഹുവിന്റെ കലാമല്ലേ ഖുർആൻ. അള്ളാഹുവിന് മുഹമ്മദ് നബി വഹി കൊടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കണം? ജിബ്രീൽ പറയണം. അപ്പൊ അത് ഖുർആനായി. ഇനി അല്ല, ഒരു തോന്നൽ ഉൾവിളിയാണെങ്കിൽ, മുഹമ്മദ് നബിയുടെ ഉൾവിളിയാണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. വഹി ചിലപ്പോ ഉൾവിളിയായിട്ട് കൊടുത്തു, ഖുർആൻ വചനം വന്ന് പറഞ്ഞു കൊടുത്തു, ബാക്കിയുള്ളത് ഉൾവിളിയായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ഖുർആൻ ഇന്ന വചനം ഇന്നടത്ത് എഴുതി വെക്കണമെന്ന് മുഹമ്മദ് നബി പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് സനദോട് കൂടിയ ഹദീസ് ശൃംഖല വേണം. അപ്പോഴേ ആ വാദം നിലനിൽക്കുള്ളൂ. എന്നതിന് ശേഷം മുഹമ്മദ് നബി ക്രോഡീകരിക്കപ്പെട്ട ഖുർആൻ മുഹമ്മദ് നബി പ്രൂഫ് റീഡ് ചെയ്യണം. അതെ,
മുഹമ്മദ് നബി പ്രൂഫ് റീഡ് ചെയ്യാത്തൊരു സാധനമാണ് ഖുർആൻ എന്നുള്ളത് കൊണ്ട് ഹദീസിൽ എന്തൊക്കെ അവിശ്വാസം രേഖപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ ഖുർആനിൽ അതിവിടെ സാധ്യമാണ്. ബാധിക്കാം. പിന്നെ ഈ ഹദീസ് തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം 200 വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതാൻ തുടങ്ങിയെന്ന് പറയുന്നു. അപ്പൊ ഇനി തന്നെ മുഹമ്മദ് നബി നമ്മളിപ്പോഴത്തെ അതെ മുഹമ്മദ് അബൂബക്കറിന്റെ കാലത്ത് ഉമറിന്റെ നിർബന്ധപ്രകാരം ക്രോഡീകരിക്കപ്പെട്ട ഖുർആനിൽ പിന്നെയും ഉസ്മാന്റെ കാലായപ്പത്തിന് ഉസ്മാന് വീണ്ടും അത് പോരാൻ തോന്നിയിട്ട് അല്ലെങ്കിൽ അതിൽ ചില അപാകതകൾ ഉണ്ടായപ്പോ അല്ലെങ്കിൽ അതിൽ ചില കലർപ്പോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം മനസ്സിലായപ്പം എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും അവരത് പിന്നെ ആദ്യം എഴുതി പിന്നെ അതിൽ നിന്ന് ഒരു പ്രത്യേക തരം ഉസ്മാന്റെ ക്രോഡീകരണം മാത്രം കൺഫേം ആക്കി ഉസ്മാൻ ക്രോഡീകരിച്ച് ബാക്കി ആ റസ്മുൽ ഉസ്മാനി എന്നുള്ള ആ ഒരു ഭാഗം നിർത്തി ബാക്കിയൊക്കെ കത്തിച്ചളയാൻ പറയുന്നത്. അല്ല ഇത് നമ്മള് ഞാനിത് ഫുൾ ഒരു തവണ ഞാൻ ഖുർആൻ, അത് എനിക്ക് അറബി വായിക്കാൻ അറിയില്ല, അപ്പൊ ഞാനത് എന്റെ ഇംഗ്ലീഷ് പരിഭാഷ വെച്ചിട്ടാണ് ഞാൻ വായിച്ചത്. കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഓദറിനെയാണ് വായിച്ചത്. എനിക്ക് ഓർമ്മയില്ല ആരുടെയാണ്, ഇപ്പോഴല്ല കേട്ടോ, 10 കൊല്ലം മുമ്പാണ്. എനിക്ക് ഒന്നും കൂടി വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിൽ ചില സ്ഥലത്ത് ഗ്ലിംസസും നല്ല ഗ്ലിംസസും കാണുന്നുണ്ട്, ചില സ്ഥലത്ത് ചീത്ത ഗ്ലിംസസും കാണുന്നുണ്ട്. അതപ്പോ അപ്പൊ തന്നെ എന്റെ മനസ്സിൽ ഈ ഡൗട്ട് വന്നു, ഇതെന്താ ഇങ്ങനെ? ഈ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രന്ഥം ദൈവത്തിങ്കിൽ എന്ന് പറയുമ്പോൾ അതിൽ സംശയം നമുക്ക് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അതിനൊരു ലൈൻ ഓഫ് ഫ്ലോ ഒക്കെ ഉണ്ടാവേണ്ടതാണ്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നമുക്ക് അത്രയും വിവരമില്ലല്ലോ, അറിയണവർക്കാർക്കും അതിനെ കുറിച്ച് അറിയാന്ന് ഓർത്തിട്ട്. പക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ അന്നും ഉയർന്നതാണ്. അത് മാത്രല്ല ഖുറാന്റെ വേറെ അവകാശവാദം ഉണ്ട്, ഇത് എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവാൻ വേണ്ടി ലളിതമായിട്ടുള്ള അറബി ഭാഷയിലാണെന്നാണ്. പിന്നെ നമുക്ക് മനസ്സിലാവാതിരിക്കാൻ പാടില്ലല്ലോ. അതല്ല, സംഭവം കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം വലിയ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ, കാരണം നമുക്ക് അത്രയും ഒരു ഡെപ്തിൽ വായിച്ചിട്ടുള്ള ഒരു അറിവില്ല. അപ്പൊ ഞാനത് ഇപ്പൊ നിങ്ങൾ ഈ അടിമത്തത്തിന്റെ വിഷയം ഞാൻ അടുത്താണ് കേൾക്കാനിടയായത്. 2-3 പേരായിട്ടുള്ള നിങ്ങളുടെ സംസാരം കേട്ടപ്പോ ഞാൻ ആലോചിച്ചത് 10 കൊല്ലം മുമ്പ് ഞാൻ ആലോചിച്ച കാര്യമാണല്ലോ. എന്നാ പിന്നെ നിങ്ങൾ ഇത്ര അഗ്രസീവായിട്ട് ആ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഖുറാനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ അടിമത്തത്തിന്? കാരണം അതൊരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് അവിടെ നടന്നിരുന്നു എന്ന് നമുക്കറിയില്ല. അടിമത്തത്തെ കുറിച്ച് പറയുന്നവരോട് ഞാൻ ചോദിക്കാറുള്ളത്, ആശയപ്രചാരണത്തിന് ഭാഗമായിട്ട് ഞാൻ നിങ്ങളൊരു ആശയത്തിലേക്ക് ക്ഷണിക്കുന്നു, അതിലേക്ക് നിങ്ങൾ വരാൻ താല്പര്യപ്പെടുന്നില്ല, അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്ക് ഒരു സ്ത്രീ ശരീരം സമ്മാനമായിട്ട് കൊടുത്താൽ ഞാൻ സ്വീകരിക്കും. എന്തായാലും നമ്മുടെ നാട്ടിൽ പറയാം. അപ്പൊ ഹിദായത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മുഖൌക്കിസിന് എഴുതിയ കത്തിന് പകരം കൊടുത്ത മറുപടിക്ക് കൂടെ കൊടുത്ത സമ്മാനമാണ് മരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന പെണ്ണ്. നിങ്ങളുടെ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ സംവാദം ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ ചൊല്ലി ഒരുപാട് കഥകളുണ്ട്, പിന്നെ ഖുർആൻ വചനങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വീട്ടിലുണ്ടാവുന്നുണ്ട്, കുറെ സാധനങ്ങൾ അതിനകത്ത്. അല്ല, ഈ ഹദീസുകള് നമ്മൾ ഈ പ്രോഫിറ്റിനെ നമ്മള് ജഡ്ജ് ചെയ്യുമ്പോഴേ അദ്ദേഹത്തിന്റെ മരണശേഷം 200 വർഷത്തിന് ശേഷം എഴുതിയ ഹദീസുകൾ, അതിൽ കുറെ ഹദീസുകൾ നമ്മൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇതൊരാളെ പ്രകീർത്തിക്കാൻ വേണ്ടി എഴുതിയതല്ല എന്നുള്ളത് മനസ്സിലാവും. ഒരാളെ എത്ര ആഭാസനം സൃഷ്ടിക്കാൻ പറ്റും അതുപോലെയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇതില് ഈ വ്യക്തിയെ നമ്മൾ ഇത് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ടോ? അത് അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ഈ ഖുർആൻ നമ്മൾ എവിടെ നിൽക്കുക? ഈ വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടുന്നത് ഈ പറയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്, സീറകളിൽ നിന്നാണ്. അതല്ലാത്ത മുഹമ്മദ് നബിയുടെ ചരിത്രത്തിന് എന്താ തെളിവ്? മുഹമ്മദ് നബിയുടെ എക്സിസ്റ്റൻസിന് എന്താ തെളിവ്? ഈ ഹദീസുകളല്ലാതെ വേറെ ചരിത്രമായിട്ടൊരു റെക്കോർഡ്സും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ മുസ്തഫ എന്റെ ഒരു അടുത്ത സുഹൃത്താണ്. അതെ, ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ സംവാദം. ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ ഇന്റൻഷൻ ആണ്. ഇപ്പൊ നമ്മള് ഇതുകൊണ്ട് മനുഷ്യന് ദുരന്തം ആയിട്ട് മാറുന്ന പല സംഭവങ്ങളും അതിനെ മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ശ്രമവും ശ്ലാഘനീയമാണ് എന്നുള്ളതാണ് എന്റെ നിലപാട്. അതായത് ഇതുകൊണ്ട് പരമത വിദ്വേഷവും അങ്ങനത്തെ കാര്യങ്ങളും ഇപ്പൊ ജിഹാദും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചെടുക്കുന്ന കാലത്ത് അതല്ല അതിന്റെ ഒറിജിനൽ അർത്ഥം എന്ന് വ്യാഖ്യാനിച്ച് ഒരു പുതിയ തലമുറയില് അത്തരം ചിന്തകൾക്ക് സ്വാധീനം കുറക്കുന്നതിനെങ്കിലും സഹായകരമാവുമല്ലോ. തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഓപ്ഷൻ എന്താ ഉള്ളത്? ഒന്നുകിൽ ഇവര് പറയുന്ന ഈ ജിഹാദി വ്യാഖ്യാനം അംഗീകരിക്കുക, അല്ലെങ്കിൽ പുറത്തു പോവാ. ഇതിനിടയിൽ ഒരു വഴി ഉണ്ടാവുന്നത് നല്ലതല്ലേ? ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അല്ല, നമ്മളിത് ഇവര് പറഞ്ഞു നമ്മൾ അതിനെ മുഖവിലേക്ക് എടുക്കാറില്ല കേട്ടോ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതിപ്പോ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്റെ വിശ്വാസം അവിടെ വെച്ച് ലിമിറ്റ് ചെയ്തിട്ട് പിന്നെ ആ വിശ്വാസം പോകുന്നത് എല്ലാ മനുഷ്യരും ഒന്നാന്നുള്ളിലേക്കാണ്. നമുക്ക് ഒരാളെയും ഏത് വിശ്വാസം കൊണ്ടും ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഈ നാച്ചുറലായിട്ട് ആണ് പ്രശ്നം. അപ്പൊ എന്തായാലും നടക്കട്ടെ.
കോള് കട്ടായതാണോ? എനിക്ക് കേൾക്കുന്നില്ല. ഹലോ, എന്തായി, കട്ടായി പോയോ? സോറി, കട്ടായി. വോഡാഫോൺ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ. കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് മിസ്സായി തോന്നുന്നു. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്രയൊക്കെ നമ്മൾ ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ വ്യത്യസ്തമായ അപ്രോച്ച് എടുത്തെങ്കിൽ, ഇടക്കാലത്ത് എന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പഠിച്ചിരുന്നു. ആ മാനേജ്മെന്റ് അങ്ങനത്തെ ആയിരുന്നു. ആ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ എനിക്കൊരു 30% അവർക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ 30% മാറ്റം എന്നിൽ വന്നു. ഞാൻ പുറത്തിറങ്ങി കുറച്ച് നമ്മള് ഡേ ടു ഡേ റാഡിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള റാഡിക്കലൈസ് ചെയ്തില്ല മീൻസ് പറയുന്ന വേർഷൻ ആണോ നിങ്ങൾ അത്തരം സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണോ പഠിച്ചത്? അല്ല, ഇത് തബ്ലീഗാണ്. ഇവര് മതപ്രചരണമാണ്. പക്ഷെ വേറെ മതക്കാരെ വെറുക്കാനൊന്നുമില്ല, കാരണം അവിടെ എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു. തബ്ലീഗ് പറയുന്നത് പ്രബോധനം, പ്യുവർ പ്രബോധനാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിച്ചു. അപ്പൊ ഈ നിസ്കാരം മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഇതിപ്പോ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ എൻട്രി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് സ്റ്റേജ് ആയപ്പോ നമ്മൾ ഇവിടെ കയറിയില്ല അതിലേക്ക്. ചിലപ്പോൾ ലെവൽ മാറെങ്കിൽ ചിലപ്പോൾ ഇതാക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഉള്ളതുപോലെ പറഞ്ഞല്ലോ. അവര് നിസ്കാരത്തിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. പള്ളിയിൽ വരാനും സുബൈക്ക് പള്ളിയിൽ വരിക, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവര് വ്യക്തിപരമായ ജീവിതം അനലൈസ് ചെയ്തപ്പോൾ ഇവർക്ക് ആ ക്വാളിറ്റി ഇല്ല. ഇത് ഈ പറയുന്ന ആളുകളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതം നമ്മൾ ഒബ്സർവ് ചെയ്തു. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ആ ഒരു ക്വാളിറ്റി ഒന്നും കാണുന്നില്ല. അന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ ഒരാൾ പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ മാച്ച് ആവണം. പക്ഷെ കൊടുക്കൽ വാങ്ങലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടപാടുകളിലൊന്നും അത്ര ക്ലിയർ അല്ല. അപ്പൊ പിന്നെ എനിക്ക് ഡൗട്ടായി, ഇവരെന്താ ഇങ്ങനെയെന്ന്. നമ്മള് നല്ല ഇന്റൻഷനോടുകൂടിയാണ് അവിടെയും ചെന്നത്. അതായത് നന്മയുടെ എല്ലാവരും അപ്പൊ എനിക്കതിൽ നിന്നൊരു പക്ഷെ ഞാൻ ആലോചിച്ചു, ഈ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞ നരകത്തിന്റെയും ബിബ്ലീസിന്റെയും അത് ചെറിയ പ്രായം തൊട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി എത്രയായിരിക്കും? ഇല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ആ സമയം അപ്പൊ ഞാൻ ആലോചിച്ചു, ആദ്യം മുതൽ ഈ മദ്രസയിലൊക്കെ പോയി വരുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ വളരെ ആഴത്തില് ഇതാവും. അപ്പൊ ഈ കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ നിങ്ങളൊരു വഹാബിസുമായി ബന്ധപ്പെട്ട ഒരാളായിട്ടുള്ള തർക്കം ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ നിങ്ങൾ പറയുന്ന പോയിന്റുകൾക്ക് അവർക്ക് ഉത്തരവില്ല. പക്ഷെ അയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. തെറിവിളി ഇപ്പൊ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത് നമുക്ക് മറുപടി പോലും പറയാൻ പറ്റാത്ത തരത്തിൽ തെറി വിളിക്കുന്ന ആളുകളെ രംഗത്തിറക്കി നമ്മളെ പേര് പറഞ്ഞ് ആക്ഷേപിച്ച് നമ്മള് കള്ളനാണ്, കൊള്ളക്കാരനാണ്, പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ആളുകളെ ഏർപ്പാടാക്കുക. എന്നിട്ട് പിന്നിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഒരു കാലത്ത് വലിയ പ്രസ്ഥാനമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആൾക്കാരുടെ അതിന്റെ മാധ്യമ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആൾക്കാർ പോലും ഇത്തരം ഈ തെറി വിളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ടീം വർക്ക്, ഒത്താശ, ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ചെയ്തു കൊടുത്ത് മുന്നിലേക്ക് വെക്കുക. അപ്പോ ഇന്നിപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ കോൾ റെക്കോർഡ് ഞാൻ പുറത്തു വിടുന്നുണ്ട്. എന്റെ വീട്ടിലൊക്കെ പോയിട്ട് വീട്ടുകാരെ കൊണ്ട് എനിക്കെതിരെ സംസാരിക്കാൻ നിർബന്ധിക്കുക. എന്റെ വീട്ടുകാരെ കുറിച്ച്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് നല്ല ആട്ട് കിട്ടിയപ്പം എന്റെ വീട്ടുകാർക്കെതിരെ ആക്രോശിക്കുക. എന്റെ വീട്ടുകാര് ഇസ്ലാമിനെതിരായിട്ട് നിൽക്കുന്നവരാണ്, അവരെ മഹല്ല് വിലക്കണം എന്ന് നിലവിളിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാല് നമുക്ക് സഹി കെട്ടിട്ട് ഈ പണ്ടാരം ഈറ്റനെ ഇതൊന്നും കേൾക്കാൻ പോലും വയ്യാതായിട്ട് നമ്മൾ പിൻവാങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ആശയപരമായിട്ട് സംവദിക്കാൻ കഴിയുന്നവർക്ക് ഇത്രയൊന്നും ആവശ്യമില്ലല്ലോ. താങ്കളുടെ പേഴ്സണൽ ലൈഫിൽ വല്ലാത്തൊരു ഇമ്പാക്ട് ഉണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഇതൊന്നും എന്നെ ബാധിക്കാറില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്ന ആലോചിക്കാറുമില്ല. അത് എങ്ങനെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടേ റിലേറ്റഡ് ആണ്. ഞാൻ PFI വീടിനകത്തുനിന്നല്ലേ. സോറി, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സേഫ്റ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഭീഷണികളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും അങ്ങനെ ഒരു നമ്മൾ ഫേസ് ടു ഫേസ് നിൽക്കേണ്ടി വന്നിട്ടില്ല. ഒന്ന് രണ്ട് ചെറിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. തലക്ക് വട്ടളകിട്ടേ അതിനുള്ള ഒരു പ്രിക്കോഷൻ ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ പുതിയ കലാപരിപാടി എന്ന് വെച്ചാൽ ഞാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്നെ കുറിച്ച് ഇവര് പറഞ്ഞു നടക്കുന്ന നുണക്കഥകളൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരാളെയാണ് നിങ്ങൾ പങ്കെടുപ്പിക്കുന്നത്, നിങ്ങൾ പങ്കെടുപ്പിച്ചാൽ നിങ്ങളും അങ്ങനത്തവനായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രഹസ്യമായിട്ടുള്ള പരിപാടികൾ. ഇങ്ങനെ കുറെ കലാപരിപാടികൾ ഉണ്ട് വരയില്. വിയോജിപ്പുകൾ ആശയത്തിലൂടെ ഡിസ്കസ് ചെയ്യാൻ അതിന് ഇവര് പറയണ ന്യായം എന്താ വെച്ചാല്, ഇപ്പൊ ഇന്നലെ എന്നോട് സംസാരിച്ച ഒരു യൂട്യൂബർ പറഞ്ഞത് 2 ദിവസം മുമ്പ്,
അപ്പോ മുസ്ലിം പൊതുസമൂഹം നമ്മളെ പരിഗണിക്കേണ്ടെന്ന് തീരുമാനിച്ചു കാണാലോ. അപ്പൊ പിന്നെ പരിഗണിക്കേണ്ടെന്ന് മുസ്ലിം സമൂഹം പൊതുവിൽ തീരുമാനിക്കുകയാണ്. മുസ്ലിം പണ്ഡിത നേതൃത്വം ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുള്ളത് നമുക്കൊന്നും മറുപടി പറയണ്ടെന്നുള്ളതാണ്. നമ്മളെ പരിഗണിക്കേണ്ട, അവഗണിക്കാമെന്നാണ്. പക്ഷെ അവഗണിക്കേണ്ട ആൾക്കാരെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി സംഘടിതമായിട്ട് എന്തിനാ അവർ ശ്രമിക്കുന്നത്? എന്തിനാണ് അതിന് തലമുതിർന്ന ആൾക്കാർ നേതൃത്വം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് അവർക്ക് ഉത്തരമില്ല. അല്ല, അത് അവരങ്ങനെ പറയുമെങ്കിലും തീർച്ചയായിട്ടും അവർ ഉള്ളിൽ അതിന്റെ പ്രവൃത്തി നടത്തുമല്ലോ. പ്രവൃത്തി നടത്തുന്നുണ്ട്. നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള. അവർക്ക് അതില് പലതരം യോദ്ധാക്കൾ ഉണ്ട് എന്ന് പറയാം. മുഖ്യധാരയിൽ വന്ന് ആശയപ്രചാരണം നടത്തുന്നവർ എന്ന പ്രതീതിയുള്ളവർ തൊട്ട് മിതവാദികളായിട്ടുള്ള ആൾക്കാർ തൊട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും മലീമസമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടാവും. അല്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശയത്തിന്റെ നിലയിൽ മാത്രമാണ്. നമുക്ക് വിയോജിപ്പുള്ള പല ഏരിയകളും ഉണ്ട്. തീർച്ചയായിട്ടും താങ്കൾ ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു വിയോജിപ്പാണ്. പക്ഷെ ആ വിയോജിപ്പ് ഒരു പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട കാര്യമേ അല്ല. ഒരേ ആശയക്കാരാണ് ലോകത്തെമ്പാടും വിചാരിച്ചോ? ഇതുപോലെ നരകം വേറെ ഉണ്ടാവില്ലല്ലോ. കാരണം ലോകം വൈവിധ്യത്തിലൂടെയാണല്ലോ. അതെ, നമുക്ക് സംസാരിക്കാനും തർക്കിക്കാനും അതുവഴി നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയാനും അറിയിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അതൊരു സർഗാത്മക പ്രവൃത്തിയാണല്ലോ. അത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അത് നമുക്ക് ഒരു തരം ആനന്ദം തരുന്നുണ്ടല്ലോ. അല്ലല്ല, അതാ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കാരണം നമുക്ക് അറിയാത്ത എന്തെങ്കിലും അതിൽ നമുക്ക് കിട്ടുകയും നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും അത് സ്റ്റഡി ചെയ്യാൻ പോവുകയും ചെയ്യും. അപ്പൊ ഇതിലിപ്പോ എന്റെ മനസ്സിലുള്ള ഒരു ഡൗട്ട് നിങ്ങളോട് സംസാരിച്ചപ്പോ ഈ ഹദീസുകളും ഖുറാനിന്റെ കൈകടത്തലുകളും, ഖുറാനിൽ കൈകടത്തിയിട്ടില്ല എന്നുള്ളതാണ് മുസ്ലിം പൊതുസമൂഹത്തിന്റെ വിശ്വാസം. അത് പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഫാക്ട്സ് കാണുന്നില്ല. കാരണം പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോഴേ അത് എഴുതി, പ്രവാചകൻ അത് പ്രൂഫ് റീഡ് ചെയ്തിട്ട് ഈ സമുദായത്തിന് വേണ്ടി തന്നിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ അതിനെ ഞാൻ എനിക്കത് ഉറപ്പായാണ്. പക്ഷെ ഇത് പ്രവാചകന്റെ മരണശേഷം അവിടെ നടന്ന കാര്യങ്ങൾ, അവിടെ നടന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള മേഡേഴ്സും കാര്യങ്ങളും അധികാരത്തിലുള്ള വടംവലി എല്ലാം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച്, അവിടെ നടന്ന കൊലപാതകങ്ങളും കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ ഉള്ള ആൾക്കാരാണ് ഇത് ഉണ്ടാക്കിയതെന്നും കൂടി ആലോചിക്കുമ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് ഇതില്. ഒരായത്തിനെ കുറിച്ച് അലി ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഖുറാനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് ഖുറാന്റെ ഒരു ആയത്തിനെ കുറിച്ച് അലി അങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ആയത്തായിരുന്നു. ആ ആയത്താണ് ആട് തിന്നുപോയി എന്ന് പറയുന്ന ആയിഷന്റെ തലേന്റെ അടിയിൽ കഥകൾ കുറെ ഉണ്ടെന്നേ. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹിസ്റ്ററിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫാക്ട് ഒരുപാട് ചിലപ്പോൾ ട്വിസ്റ്റഡ് ആയിരിക്കും. നമ്മൾ അതിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യണം. നമ്മൾ ഇതിനൊക്കെ കോറിലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ചെയ്യുമ്പോഴാണ് അപകടങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ വരുന്നത്. ഇപ്പൊ ഈ ഒരു ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഹദീസുകളിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ് നമ്മളത് മനസ്സിലാക്കിയാൽ നമ്മൾ പിന്നെ അത് പറഞ്ഞ് നമ്മൾ ചെയ്യില്ല. പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അത് പറയുമ്പോൾ അത് പറയുന്ന ആളെ കടിച്ചു തിന്നാനാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും എന്റെ മനസ്സിൽ ഇപ്പൊ വരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അടുത്ത കാലം വരെ എന്നോട് വളരെ ശത്രുതാ മനോഭാവത്തിൽ ഉണ്ടായിരിക്കുകയും എന്നോട് നിരന്തരം തർക്കിക്കുകയും ചെയ്തിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോ ഈ ഗ്രന്ഥങ്ങളൊന്നും വെച്ചിട്ട് മുഹമ്മദ് നബി ഒരു മാതൃകാ പുരുഷനായിട്ട് അവതരിപ്പിച്ച് നിങ്ങളോട് തർക്കിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്നോട് തുറന്ന് സമ്മതിച്ച ഒരു വിശ്വാസിയുണ്ട്. അതൊക്കെ ഒരു അനുഭവമാണ്. ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാലിപ്പോ ഈ എന്താ പറയാ, ദൈവവിശ്വാസത്തിന്റെയും എന്താ പറയാ, ദൈവമില്ല എന്നുള്ള വിശ്വാസത്തിന്റെ ഇടയിലുള്ള ഒരു ഇതില്ലേ, ആ ഒരു സ്റ്റേജിൽ എത്തിയായിരുന്നു. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ ദൈവവിശ്വാസമുണ്ട്. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളാണ്. വൈകുന്നേരം പ്രാർത്ഥിച്ചിട്ട് നന്ദി പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഉറങ്ങാറുള്ളത്. അത് എന്റെ ഒരു ശീലമാണ്. അതിന്റെ മനസ്സിനൊരു സന്തോഷം തരുന്നുണ്ട്. ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയാ പള്ളികളിൽ പോയി നിസ്കരിക്കുക അങ്ങനത്തെ പരിപാടി. ഞാൻ അത്തരം വിശ്വാസങ്ങൾ ഇനിയിപ്പോ ആ അർത്ഥത്തിലല്ല. ഇനിയിപ്പോ ഇതൊക്കെ ഒരു സൃഷ്ടാവുണ്ടെന്നോ ഇതിനൊരു സൃഷ്ടികർത്താവുണ്ട്, ഇതിന് പിന്നിൽ ഒരാളുണ്ടെന്നോ ഇത് ഈ വിശ്വാസങ്ങൾക്കൊന്നും ഞാൻ ഇത്തരം വിശ്വാസങ്ങളോടൊന്നും കലഹിക്കാറില്ല. കാരണം അത് ഓരോ ആളുകളുടെ ബോധ്യമാണ്, ഓരോ ആളുകളുടെ ബോധ്യമാണ്. അതെ, അതിനോട് തർക്കിക്കേണ്ട കാര്യമില്ല. അത് മറ്റൊരാളെ ബാധിക്കുന്നുണ്ടോ ഇല്ലേ, മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിങ്ങളുടെ ഇന്നർ തോട്ടില് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്തയില്, നിങ്ങളുടെ ഒരു ഭാവനയില് ഇതൊന്നും നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്രസക്തമാണ്.
അല്ല, ഒരു കാലഘട്ടത്തില് നമ്മുടെ പഴയ കാരണവന്മാരുടെ കാലഘട്ടത്തിൽ ഇവർക്കൊന്നും ഇങ്ങനത്തെ ഒരു മതബോധം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അന്ന് കേരളത്തില് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അത്രേ ഉള്ളൂ, എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്ന അവരവരൊക്കെ. ഈ അടുത്ത് നിങ്ങൾ പറഞ്ഞ പോലെ 90-കൾക്ക് ശേഷം വന്ന ഈ റാഡിക്കൽ വഹാബിസത്തിന്റെ ബാക്കി പത്രാണ് ഇതൊക്കെ. അതിൽ നിന്നാണ് പിന്നെ ഈ എന്താ നമ്മളെ മറ്റെന്താ സാധനം ഇഖ്വാനുൽ മുസ്ലിമൂനൊക്കെ വരുന്നേ, ബ്രദർഹുഡ് ഒക്കെ. ഭയങ്കര അപകടകരമായ വ്യാഖ്യാനങ്ങൾ ചമച്ച്. എന്റെ ഗ്രാൻഡ് ഫാദറൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പുള്ളി പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു, എന്തോ പ്രസിഡന്റോ സെക്രട്ടറിയോ, ഏകദേശം 30-40 വർഷം പുള്ളി തന്നെയാണ് സ്ഥാനത്തുണ്ടായിരുന്നത്. ആ നാട്ടിലെ ഏറ്റവും പൊതുസമ്മതനും പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാന വാക്കായിരുന്നു എത്രയോ വർഷങ്ങൾ. അദ്ദേഹത്തിന്റെ എല്ലാ ഫ്രണ്ട്സും ഹിന്ദുക്കളായിരുന്നു, ക്ലോസ് ഫ്രണ്ട്സ്. അതായത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പുള്ളി സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ അവരുടെ വീട്ടിൽ പോണതൊക്കെ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ്. ഇൻഫാക്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അത്. ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പൊ അവരൊക്കെ എത്രയും ന്യൂട്രൽ മനസ്ഥിതി ഉള്ളവരായിരുന്നു. എന്ത് കാര്യത്തിനും അവരെ വിളിക്കും, അവരോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ, മനസ്സിലായില്ലേ? അത്ര ഇതായിട്ട്. അതിനുശേഷം ഈ 90-കൾക്ക് ശേഷം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ പേര് ആഴ്ന്നിറങ്ങിയല്ലോ. ഈ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളുടെ ഫാമിലിയിലും കയറി വന്നിരുന്നു. ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇദ്ദേഹം ന്യൂട്രലാണ്. ഇദ്ദേഹം അവരുമായിട്ട് യാതൊരു ഇതില്ല. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റു ചില അംഗങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അതിലേക്ക് മാറി. അന്ന് താങ്കൾക്ക് ഒരാള് വന്നിട്ടുണ്ട്. ആണോ? അന്ന് നമുക്ക് പിന്നെ നമുക്ക് ബാക്കി സംസാരിക്കാം. തീർച്ചയായിട്ടും. സന്തോഷം കേട്ടോ, സമയം വളരെ സന്തോഷം. ശരി.